നീ എന്ത് തീരുമാനിച്ചു മോളെ? അടുക്കളയിൽ ഇടതുവശത്തായുള്ള മരബെഞ്ചിലിരുന്നുകൊണ്ട് മേശപ്പുറത്തേക്ക് ചായ കുടിച്ച് ഗ്ലാസ് വെച്ചപ്പോഴാണ് അമ്മയുടെ ചോദ്യം. പകുതിയോളം ചായ അതിൽ ബാക്കി കിടന്നു. ഹിമ അമ്മ പറയും ശ്രദ്ധിക്കാതെ പ്ലേറ്റിലിരുന്ന പുട്ടിലേക്ക് കുറച്ച് കടലക്കറി കൂടെ ഒഴിച്ചു. ഹിമയുടെ ശ്രദ്ധിക്കാതെയുള്ള ഇരിപ്പ് കണ്ടതോടെ അമ്മയുടെ ദേഷ്യം അതിന്റെ നെല്ലിപ്പല കണ്ടു. പെണ്ണെ, നീ ഇങ്ങനെ കെട്ടാങ്ങനെ ജീവിക്കാനാണ് ഉദ്ദേശം? തവിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ അവിടെ അടുത്തേക്ക് വന്നെന്ന് ചോദിച്ചു. തൽക്കാലം ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തന്നെ കാരണം. ഹിമ അറുത്തു മുറിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ, എന്തെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനാണോ? നീ എത്ര ആലോചന തട്ടിക്കളഞ്ഞു മുതൽ ബോധമുണ്ടോ നിനക്ക്? എന്റെ കാലം കഴിഞ്ഞ പിന്നെ നിനക്ക് ആരാ? അമ്മ അവളെ നോക്കി പറഞ്ഞു. ഹിമ ഒന്നും പറയാതെ അമ്മയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇനി താൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ കരയുമെന്ന് മനസ്സിലായതും അവൾ ചായ കൂടി പകുതിക്ക് വെച്ച് നിർത്തി എഴുന്നേറ്റു. ഈ ചായ മുഴുവൻ കുടിക്കാതെ എങ്ങോട്ടാ? അമ്മ വിളിച്ചു ചോദിച്ചു. അതിന് മറുപടി കൊടുക്കാതെ ഹിമ വന്ന് ഉമ്മറത്ത് അരബീത്തിൽ വന്നിരുന്നു. മുറ്റത്തെ മരമുല്ലയിൽ നിറച്ചും പൂവാണ്. കുറേയധികം താഴെ വീണ് കിടക്കുന്നുണ്ട്. താഴെ വീണ് കിടക്കുന്ന പൂവുകൾ ഹിമ അടിച്ചുവാരി കളയാറില്ല. തളർന്നു വീണ മരിച്ച പൂവുകൾ ആ മുറ്റത്തിന് ഭംഗി കൂട്ടിയതേയുള്ളൂ. ഉള്ളിലെവിടെയോ ഒരു 10 വയസ്സുകാരി കരയുന്നില്ലേ? ആ ചെറിയ കുട്ടിയുടെ കണ്ണിൽ നിറച്ച് ഭയമാണ്. ആ കൊച്ചു പെൺകുട്ടിയുടെ കവിളിലൂടെ കണ്ണുനീർ ചാറിട്ടൊഴുകുന്നു. ആരുമറിയാതെ ഉള്ളിലെവിടെയോ ഇരുന്ന് ആ നെരിപ്പോട് ആളി കത്തുന്നു. 27-ാം വയസ്സിലും ഹിമയിൽ ആ 10 വയസ്സുകാരിൽ ഉടലെടുത്ത ഭയമെല്ലാം അരിച്ചെത്തി. രാത്രി വരെ അമ്മ അവളോട് യാതൊന്നും മിണ്ടിയില്ല. 27 വയസ്സ് വിവാഹം കഴിക്കാത്തൊരു യുവതിയെ സംബന്ധിച്ച് ഒരു ചങ്ങല തന്നെയാണ്. അത്താഴം കഴിഞ്ഞ് ഉമ്മറത്തെ സ്റ്റെപ്പിൽ നിന്ന് വെറുതെ മാനം നോക്കിയിരിക്കെ അമ്മ അവിടെ അരികെ വന്നിരുന്നു. മോളെ, ഹിമയുടെ മുടി കോതി ഒതുക്കിക്കൊണ്ട് അമ്മ വിളിച്ചു. എന്താ അമ്മേ? അവൾ വിളി കേട്ടു. വിഷ്ണു ഒരുപാട് നല്ലവനാ, അല്ലെങ്കിൽ ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കോ? നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെടി. അമ്മ അവളെ നോക്കി. ഹിമ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് മരമുല്ലയിലേക്ക് നോക്കി. കണ്ണിന് വല്ലാത്ത കുളിർമ സമ്മാനിക്കുന്ന രാത്രിയിലെ ആ കാഴ്ച. നീ ഒന്ന് ആലോചിക്കും മോളെ, എനിക്കിനി എത്ര കാലം എന്ന് വെച്ചാ എൻ്റെ കാലം കഴിയാൻ നിനക്ക് ആരാ തുണ? നീ ഒറ്റക്കായി പോയില്ലേ മോളെ? കവിളിലെന്തോ വീണുടഞ്ഞ പോലെ ഹിമ പിടച്ചിലോടെ തല ഉയർത്തി നോക്കി. അമ്മയുടെ കണ്ണുനീർ. രാത്രി തന്നെ മുറിയിൽ നിന്ന് പൂത്തേൽക്കുന്ന മരമുല്ലിലേക്ക് നോക്കി കിടക്കവേ ഹിമയ്ക്ക് അമ്മ പറഞ്ഞാണ് ഓർമ്മയിൽ തെളിഞ്ഞത്. വിഷ്ണു ഒരുപാട് നല്ലവനാണ്. അതെ, ഒരുപാട് നല്ലവനാണ്. അതെനിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുകയും ചെയ്യാം. +2 തൊട്ട് ഒരുമിച്ചാണ്. +2 കഴിഞ്ഞ് ഡിഗ്രിക്കും PGക്കും ഒരുമിച്ച് 10 വർഷത്തിലധികം തന്നെ നിഴലായി നടന്നവൻ. പറയാതെ പറയുന്ന പ്രണയവുമായി തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നവൻ. ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായി ഇഷ്ടം പറഞ്ഞത്. ഒരുമിച്ച് പഠിച്ചപ്പോഴെല്ലാം അവനവൻ്റെ ഉള്ളിലെ പ്രണയം തുറന്നു കാട്ടിയില്ല. പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ചില കൂട്ടുകാരികൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തോ താനത് അധികം ശ്രദ്ധിക്കാൻ നിന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം ഒരു സഹപാഠിയുടെ കല്യാണത്തിന് പോയതായിരുന്നു. താലികെട്ടും സദ്യയും കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ ഡിഗ്രി പഠിച്ച കോളേജിൽ പോയാലോന്ന് കൂട്ടത്തിലാരോ പറഞ്ഞു. വിഷ്ണുവിൻ്റെ ആക്റ്റീവയിൽ പുറകിലിരിക്കുമ്പോൾ അവൻ പലപ്പോഴും മിററിലൂടെ തന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ക്യാമ്പസിലെത്തിയതും എല്ലാവരും മരത്തകളിൽ ഇരിപ്പിടമുറപ്പിച്ചപ്പോൾ താൻ ഇഷ്ടപ്പെട്ടത് ആ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നടക്കാനായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പസിൽ കുറേയേറെ കാറ്റാടി മരങ്ങൾ അന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അന്ന് മാത്രമല്ല, ഇന്നും. കാറ്റാടി മരത്തിനിടയിലുള്ള സിമെന്റ് വെച്ചിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ഓർമ്മ വന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞുള്ള ഒരു ഇത്തിരി സമയം ഈ മരത്തണലെല്ലാം വന്നിരുന്നതാണ്. എന്തൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്താരോ വന്നിരുന്ന പോലെ. നോക്കിയപ്പോൾ വിഷ്ണു. ഹിമ അവനെ നോക്കിയൊന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ചു. അവന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി പിന്നെ എന്തെല്ലാമോ ചിന്തിച്ചിരുന്നു. ഹിമ, വിഷ്ണുവിന്റെ വിളി. ഹിമ തലയിരിച്ച് അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അന്ന് കണ്ടതല്ലായിരുന്നോ പ്രണയം? ഹിമ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. നല്ലൊരു ജോലിക്കായ ഞാൻ വന്ന് പെണ്ണി ചോദിച്ചോട്ടെ? ഹിമ സ്തബ്ധയായി നിന്നുപോയി. വിഷ്ണു പറയാൻ വന്ന എന്തോ പറയാൻ കഴിയാതെ ഹിമ നിന്ന് ഉഴറി. വിഷ്ണു അവളെ നോക്കി മൃദുവായി എന്ന് ചിരിച്ചു. താൻ പേടിക്കുന്നു വേണ്ട. തൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പറഞ്ഞൊരിക്കലും തൻ്റെ മുമ്പിൽ ഇനി വരില്ല. പക്ഷെ നിന്റെ മനസ്സിൽ നിന്നോളവും മറ്റാരും കയറി കൂട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിഷ്ണു അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എനിക്ക് നല്ലൊരു ജോലി ആവുന്നവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. അതിനു മുമ്പ് നിനക്ക് മറ്റൊരു നല്ല ആലോചന വന്നാൽ ഞാൻ പറഞ്ഞാൽ മറന്നേക്കണം. നിന്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പക്ഷേ നീ എൻ്റെ കൂടെ ജീവിതാവസാനം വരെ വേണമെന്നൊരു തോന്നൽ. ഹിമ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി. ഉള്ളിലെവിടെയോ ഇരുന്നൊരു 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി കരയുന്നു. പേടിയാവുന്നു. കണ്ണിൽ ഭയം ഉരുണ്ടു കയറുന്നു. ഉള്ളിലെ നെരിപ്പോട് ആളുന്നു. വിഷ്ണു ഹിമയെ നോക്കാതെ മറ്റെങ്ങോ ദൃഷ്ടി ഉറപ്പിച്ച് അലസമായി പാടി. ഹിമ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ചുറ്റും നോക്കി. ആ ജനലഴിയിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ കണ്ണീരൊഴുക്കി. കരയാൻ ഇഷ്ടമില്ലാത്ത പെണ്ണ് രാവുകൾ കൂളന്ന് കരഞ്ഞു. പിറ്റേന്ന് ഉച്ചക്ക് അമ്മ നോക്കിയപ്പോൾ എവിടെ പോവാനിറങ്ങുന്ന ഹിമയാണ് കണ്ടത്. നീ ഇത് എവിടേക്കാ മോളെ? അമ്മ അവളെ നോക്കി. ദേവമാമയുടെ വീട്ടിലൊന്ന് പോകണം, ഹിമ അമ്മയെ നോക്കാതെ പറഞ്ഞു. മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകനാണ് ദേവമാമൻ. അതെന്താ ഇപ്പോ? ഏയ് ഒന്നുമില്ല. അതും പറഞ്ഞ് ഹിമ വേഗം പടിയിറങ്ങി. ദേവമാമയുടെ വീട്ടിലെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. കുറെ കാലം കണ്ടിട്ട്. ദേവമാമയുടെ മകൾ ജാനി ഹിമയെ കണ്ടത് ഓടി വന്നു. ഹിമ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി. നീ ഒറ്റയ്ക്കേ ഉള്ളൂ? ഹിമ ചോദിച്ചു. അല്ല, അച്ഛൻ മുകളിലുണ്ട്, കണക്ക് നോക്കിയാ.
ജാനി പറഞ്ഞു. ഈ ചേച്ചി ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ജാനി അടുക്കളയിലേക്ക് നടന്നു. ഹിമമെല്ലെ മുകളിലെ സ്റ്റെപ്പ് കയറി. ആദ്യത്തെ മുറിയിലുണ്ട് ദയമാമ. ഹിമയോ ഇങ്ങോട്ടേക്കുള്ള ബാക്കി പറയുന്നതിന് മുമ്പേ ഹിമയുടെ കൈയാളുടെ മുഖത്ത് വന്നു. കണ്ണിലൂടെ ഇത്രയും വർഷം ഉള്ളിൽ തിളച്ചു മറിഞ്ഞ ലാവാണ് കുട്ടി. മാറിടം എന്നോ മറന്ന വേദനയിൽ ഞെരിഞ്ഞു. അയാളുടെ ഇരുകവളിൽ അവൾ മാറി മാറി അടിച്ചു. കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി അവൾ. തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഉള്ളിലുള്ള 10 വയസ്സുകാരി കൊച്ചുകുട്ടിയുടെ കവളിലൂടെ കണ്ണുനീരൊഴുകിയെങ്കിലും ചുണ്ടിലൊരു നനുത്ത ചിരിയുണ്ടായിരുന്നു. അടുത്ത ഞായർ അവരോട് വരാൻ പറഞ്ഞോളൂ കേട്ടോ. രാത്രി കിടക്കുന്നേരം അമ്മയെ ചുറ്റി പിടിച്ചിടക്കി അവൾ പറഞ്ഞു. പെണ്ണ് കാണലിൻ്റെ അന്ന് ഒരു നീല സാരിയെ ഹിമ ഉടുത്തിരുന്നു. കാതിലൊരു കുഞ്ഞു പൊട്ടുകമ്മൽ, നെറ്റിയിലൊരു ചുവന്ന പൊട്ട്. വിഷ്ണുവളുടെ മുറിയിലേക്ക് വന്നപ്പോൾ മേശപ്പുറത്ത് കൂട്ടിവെച്ച കുന്നിക്കുരു കൈകളാൽ തഴുകിയായിരുന്നു അവൾ. വിഷ്ണുവിന്റെ സാമീപ്യം അറിഞ്ഞവൾ തിരിഞ്ഞു നോക്കി. ഈ പെണ്ണുകാണൽ ചടങ്ങ് ഭയങ്കര ബോറാണല്ലേ? വിഷ്ണു ചിരിയോടെ ചോദിച്ചു. ഹിമാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട പ്രണയം ഇപ്പോഴും അവന്റെ കണ്ണുകളിൽ അതേപോലെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വിഷ്ണു. അവളുടെ ശബ്ദമിടറിയെങ്കിലും മുഖത്ത് ശാന്തതയുണ്ടായിരുന്നു. താൻ പറയണു, വിഷ്ണു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. പൊടുന്നതിന് അവന്റെ ഫോൺ റിങ് ചെയ്തു. അതിൽ നിന്ന് അവനേറെ പ്രിയപ്പെട്ട ആ പാട്ടൊഴുകി. ഒരിക്കൽ അവൾക്ക് വേണ്ടി മാത്രമായി അവൻ പാടിയ പാട്ട്. ആ പാട്ടിന്റെ തുടർന്ന വരികളിലുണ്ട് അവരുടെ ഇനിയുള്ള ജീവിതം.